ക്രൂസ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങിയേ ഉള്ളൂ. അപ്പോൾ ക്രൂസിൻ്റെ വീഡിയോ ഉറപ്പായിട്ട് പോയി കാണുക. 5 ഡേ റോയൽ കരീബിയൻ്റെ വോയേജർ ഓഫ് ദ സീസ് എന്ന് പറഞ്ഞ ഒരു ക്രൂസിൻ്റെ 5 ഡേ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ഫ്ലോറിഡയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസും വീഡിയോസും ഒക്കെ കണ്ടാലോ? ലെറ്റ്സ് ഗോ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫ്ലോറിഡയിലെ കുറേ എക്സ്പീരിയൻസ് ആണ് കാണാൻ പോകുന്നത്. നമ്മുടെ 5 ഡേ ക്രൂസ് ഇന്നിപ്പോൾ എൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് മിഷിഗണിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ ഏകദേശം 15 തൊട്ട് 20 മണിക്കൂർ വരെ എടുക്കുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ അതിനു മുമ്പ് ഫ്ലോറിഡയിൽ നമുക്കൊന്ന് ബ്രേക്ക് എടുത്തിട്ട് വേണം ആ ഒരു ഡ്രൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇവിടുത്തെ കുറേ എക്സ്പീരിയൻസ് വേണം. നമുക്ക് ആദ്യം സാംസ് ക്ലബ്ബിലൊക്കെ ഒന്ന് പോയി ഷോപ്പ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ റിസോർട്ടിൽ ചെന്ന് അവിടുത്തെ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാംസ് ക്ലബ്ബിൽ എന്നാ മേടിക്കാമെന്നാ ഫ്ലോറിഡയിൽ? പഴോ? ഓറഞ്ച്. നമ്മളൊരു കാപ്പി മേടിക്കാനായിട്ട് വന്നത്. അതും ഒരു ടേസ്റ്റും ഇല്ലാത്ത ഡങ്കൻ ഡോണറ്റ്സിൻ്റെ കോഫിയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ ഒരു കാപ്പി മേടിക്കാനായിട്ടൊരു കട വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് ഡങ്കൻ ഡോണറ്റ്സും എനിക്ക് തോന്നുന്നത് അതെന്താടിയത് ബാസ്കിൻ റോബിൻസ്. ബാസ്കിൻ റോബിൻസും ഡങ്കൻ ഡോണറ്റ്സും കൂടെ ഒരുമിച്ചാണ്. പക്ഷെ ഒരു കാപ്പിയുടെ വില കണ്ടോ, $2.68. അത് ഏറ്റവും അഴുക്ക് കാപ്പിയുമാണ് കിട്ടുന്നത്. ഇത് നമുക്ക് കുടിക്കാനേ പറ്റില്ല. അതേസമയം നമ്മൾ നമ്മുടെ കാനഡയിലൊക്കെ പോയാൽ ടിമ്മിലൊക്കെ കാപ്പി എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ ആക്ച്വലി നല്ലൊരു എന്താ ടേസ്റ്റ്, നമുക്കിച്ചിരൂടെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു കാപ്പിയുടെ എക്സ്പീരിയൻസ് ഉണ്ടായി ഇവിടെയുള്ള? നിനക്കിതുവരെ ടിമ്മാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. കാണിച്ചേടാ ബില്ലാണ്. വൺ സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം. ഇതെന്നാ വാച്ചേ? റെയിൻബോ. എങ്ങനെയുണ്ടെന്ന് പറയണോ പപ്പിയുടെ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ലതാ. ഓക്കെ. 397 ആണോ? ഏതൊക്കെയാ ഉള്ളത്? റെയിൻബോ, ഗോൾഡ് മെഡൽ റിബൺ, റോക്കി റോഡ്, ചോക്ലേറ്റ്, വാനില. എഡി സെലക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഏതാ എഡി ഏതാ സെലക്ട് ചെയ്തേ? ബ്ലൂ ആണോ? ബ്ലൂ അല്ലേ? അതാണോ? അത് തീർന്നതാ. ബ്ലൂ ആണോ എഡി? എഡിയുടെ കളർ ഇഷ്ടം ബ്ലൂ ആയതുകൊണ്ടാണോ? ഓക്കെ. വാനില ആദ്യം അത് ട്രൈ ചെയ്യാം. ഇനി ആണ്ട് ബ്ലൂ തരും, അത് ട്രൈ ചെയ്യണേ. ഇതാണ് ഗൈസ് നമ്മുടെ റിസോർട്ട്. ഭയങ്കര തിരക്കാണ്. സോൾട്ടീറ റിസോർട്ട്. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ റിസോർട്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗൈസ്. അടിപൊളി അടിപൊളി സെറ്റപ്പാണല്ലോ. ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയാ അല്ലേ? അമ്പോ, ടി വി ഉണ്ടോ? പൂളുണ്ട്. പൂളുണ്ട്, ശരിയാണല്ലോ. പൂളൊന്ന് കാണട്ടെ. ഇതെല്ലാം ഹീറ്റഡ് ആണോ? വെള്ളമല്ലേ? അടിപൊളി. പച്ച പൂള് കണ്ടോ നമ്മളെ? നമുക്ക് ചാടണ്ടേ പൂളില്? ചാടുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒറ്റ ചാട്ടം ചാടും. പിന്നെ ചാടുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് വാ, നമുക്ക് പവി വരുവാ. വാച്ചേ വാ. Let's go. അയ്യോ, മിക്കി മിന്നിയാണല്ലോ. ഫ്ലോറിഡയിലെ മിക്കി മിന്നി തീംഡാ. വാവ്, TV വരെ ഉണ്ട് നിങ്ങൾക്ക്. സ്പെഷ്യൽ TV ഉണ്ട് മിക്കിയുടെയും മിന്നിയുടെയും. വാവ്, അടിപൊളി. ഈ ഒരു റിസോർട്ടിൽ മുകളിൽ വരുന്നത് 4 ബെഡ്റൂമുകളാണ്. അതെല്ലാം നമുക്ക് നോക്കിയാലോ? ഇത് ഫ്ലോറിഡയിലായതുകൊണ്ട് ഇതെല്ലാം ഡിസ്നിയുടെ ഒരു തീമായിട്ടാണ്. സോ ആദ്യത്തെ മുറി തന്നെ ഇത് കണ്ടോ, ഇത് വരുന്നത് ഒരു മിക്കി മൗസിൻ്റെ തീമാണ്. മിക്കി മിന്നിയും ഉള്ള ഒരു മുറിയുടെ തീം കണ്ടോ.
മിക്കി മിന്നി എല്ലാം മിക്കി മൗസിൻ്റെയും മിന്നിയുടെയും തീമിൻ്റെ കണ്ടോ, ലാമ്പ് വരെ അടിപൊളിയല്ലേ. നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് മിക്കി. അതുപോലെ ഒരു ടി വി അവൈലബിൾ ആണ്. ഇവിടെ എന്താ വെളിയിലോട്ടുള്ള വ്യൂ ആണ്, ഒന്നുമില്ല. ഇനി നമുക്ക് വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ മുറി, മേളത്തെ മുറികളാണിത്. ഇത് അവഞ്ചേഴ്സിൻ്റെ ഒരു രീതിയിലാണ് തീം ചെയ്തിരിക്കുന്നത്. കണ്ടോ, അവഞ്ചേഴ്സിൻ്റെ ലാമ്പ്, അതുപോലെ അവഞ്ചേഴ്സിൻ്റെ കുറേ പടങ്ങളും അതുപോലെ ഒരു സെറ്റപ്പ് ഇവിടെയും. അതുപോലെ ടി വി ഉണ്ട് ഈ മുറിയിൽ. പിന്നെ സ്റ്റോറേജും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്നത് ക്ലോസറ്റാണ്, കണ്ടോ ക്ലോസറ്റ്. ഓക്കെ, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്, ഇതുണ്ടല്ലേ. പിന്നെ ഈ രണ്ട് മുറിക്കൂടെ ഒരു ഷെയർഡ് ആയിട്ടുള്ള ബാത്റൂമാണ് വരുന്നത്. ഇതുണ്ടോ, മിക്കിയുടെയും മിന്നിയുടെയും. ആക്ച്വലി ഇതൊരു കൊളാബറേഷൻ ചെയ്തുള്ളതാണ്, മിക്കിയുടെയും മിന്നിയുടെയും. അതുപോലെ ഷവർ കട്ടൺ ഉണ്ടോ, അടിപൊളി. എല്ലാം ക്ലീൻ ആൻഡ് നീറ്റാണ്. ലൈറ്റ് പുതിയൊരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്, ഉണ്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫൂട്ബോൾ കളിക്കാനുള്ള സൗകര്യമുണ്ട്, ഉണ്ടോ. ഒക്കെ അടിപൊളി സംഭവമാണ്. പിന്നെ ലോണ്ട്രിയും സെറ്റപ്പ് ഇവിടെയാണ്, നമ്മൾ ഓൾറെഡി ഓണാക്കി. ഇവിടെ ഒരു ടി വി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മുറിയിലും ടി വി ഉണ്ട്. ആ മുറിയിലും ടി വി ഉണ്ട്, ഈ മുറിയിലും 2, 3, 4, 5 ടി വി ആയി മുകളിൽ തന്നെ. ഫ്ലോറിഡയിൽ വന്നപ്പോൾ നമ്മൾ അഗെയിൻ ഇവിടെയാണ് ഡിസ്നി ലാൻഡും എല്ലാം വരുന്നത്. അപ്പോൾ ആ ഒരു ഫുൾ തീമിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇച്ചിരി ഒരു വലിയൊരു ബെഡ്റൂമാണ്, ഉണ്ടോ അതിൻ്റെ ബെഡ്. വാവ്, സൂപ്പർ. കർട്ടൻ, വലിയ കർട്ടനാണ്. ഇവിടെ ഒരു ടി വി ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു നല്ലൊരു ഫുൾ ബാത്റൂം. ഷവറിൻ്റെ സെറ്റപ്പും എല്ലാം അടിപൊളി. പിന്നെ ഒരു വർക്ക് ഏരിയ സെറ്റപ്പ് അവിടെ ഉണ്ട്. വൈഫൈ ഒക്കെ ഓൾറെഡി പ്രൊവൈഡഡ് ആണ്, സാധാരണ എല്ലാ റിസോർട്ടും ഒക്കെ പോലെ തന്നെ. അതുപോലെ ഇത് വരുന്നത് വേറൊരു റൂമാണ്. ഈ മുറി കണ്ടോ, ഇവിടെ ഇച്ചിരി വലിയ ബെഡാണ്. ബെഡ് ക്വാളിറ്റിയും എനിക്ക് തോന്നുന്നത് നല്ലതാണ്. നല്ല ബെഡ് ക്വാളിറ്റി ഉണ്ട് എല്ലാ മുറികളിലും. അതുപോലെ ടി വി. ഈ മുറിയിലും ഒരു ബാത്റൂം ഉണ്ട്, കണ്ടോ. ഈ 2 മുറികളിലും മെയിനായിട്ട് ബാത്റൂം ഉണ്ട്. മറ്റേ 2 മുറികളിലും ഷെയർഡ് ആയിട്ടുള്ള ബാത്റൂമാണ് ആ 2 മുറികളിലും. ഇനിയുള്ളത് ഓഫ് കോഴ്സ് കിച്ചൺ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് കിച്ചൺ വരുന്നത്. പിന്നെ ടി വി അവിടെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം എല്ലാ സൗകര്യങ്ങൾക്കും ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, കണ്ടല്ലേ. സ്റ്റൗവ്, ഓവന്, അതുപോലെ കിച്ചണറ്റ്സ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ഓൾറെഡി ഇവിടെ അവൈലബിൾ ആണ്. കോഫി സ്റ്റേഷൻ, ടോസ്റ്റർ, ഫ്രിഡ്ജ് വേണമെങ്കിൽ അത്. പിന്നെ അതുണ്ടോ, പടവും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ക്രൂസ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ക്രൂസിൻ്റെ വീഡിയോസൊക്കെ പോയി കണ്ടില്ല എങ്കിൽ പോയി കാണുക. ഞങ്ങളൊരു 5 ഡേ ക്രൂസ് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. റോയൽ കരീബിയൻ്റെ വോയേജർ ഓഫ് ദി സീസ് എന്ന് പറഞ്ഞ ആ ഒരു ഷിപ്പിൽ 5 ഡേ ക്രൂസ് നമ്മൾ ചെയ്തു. കോസ്റ്റൽ മെക്സിക്കോ, അതുപോലെ കോക്കോക്കെ എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലൊക്കെ പോയിട്ടുള്ളൊരു ക്രൂസ്. ആ വീഡിയോ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ വേറൊരു ബെഡ്റൂം വരുന്നത്, കണ്ടല്ലേ. ഇത് താഴത്തെ ഫ്ലോറിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് അവരെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാത്റൂം ഇവിടെ വരുന്നു. ബാത്റൂം എല്ലാം ഏകദേശം സിമിലറാണ്, കണ്ടോ, അടിപൊളി. പിന്നെ ഇതാണ് എൻട്രൻസ് വരുന്നത്, ഇത് കയറി വരുന്ന വഴി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻ കിച്ചൺ ആൻഡ് ഡൈനിങ് ഏരിയ. അതുപോലെ ഇവിടെ ഇരുന്ന് ടി വി കാണാനും ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യം. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ലോക്ക് ഇട്ടിരിക്കുക, ചൈൽഡ് ലോക്കാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓ അടിപൊളി ഗൈസ്, ഒരു ഹീറ്റഡ് പൂള്. പിള്ളേരുടെയൊക്കെ സാധനം ഓൾറെഡി നമ്മൾ വീർപ്പിച്ച് ഇവിടെ ഇട്ടു. ഇതൊരു ഹീറ്റഡ് പൂളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആണോ, ഇഷ്ടപ്പെട്ടോ? എല്ലാം എക്സ്പ്ലോർ ചെയ്തോ? നമ്മൾ എടുക്കാൻ പോകുന്ന പുതിയ വീട്ടിൽ നമ്മൾ എവിടെ പോയാലും ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. സോ ഞങ്ങളൊരു പുതിയൊരു വീട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം, അപ്പോൾ ആ വീഡിയോസൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, തായ് കറി. വാവ്, $55 അല്ലേ? അതേണ്ടേ, $60. ചിക്കൻ ഫ്രൈഡ് റൈസ് 2 എണ്ണം, ചിക്കൻ വിത്ത് മിക്സ്ഡ് വെജിറ്റബിൾ 1 എണ്ണം, വിത്ത് വൈറ്റ് റൈസ്, തായ് ചിക്കൻ കറി വിത്ത് വൈറ്റ് റൈസ്,
അതുപോലെ ചിക്കൻ എല്ലാം ഉണ്ട്. എല്ലാത്തിനും കൂടെ $60. $60. ഓക്കെ. എടി എങ്ങനെ കേട്ടാ ഫള്ളാണോ? അവിടുത്തെ അമേരിക്ക വീടാണോ ഈ വീടാണോ ഇഷ്ടം? ഏത് വീടാ? എല്ലാം ഇഷ്ടല്ലേ? ആണോ? ഏതാ ഇഷ്ടം? അമേരിക്ക ഇഷ്ടം? പൂളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. മുട്ട, ഓറഞ്ച്, ചെറിയ പീസാക്കി കൊടുക്കുന്ന ആൻറ്റി കൊച്ചിന്. ബ്രെഡ്. എങ്ങനെയുണ്ടോ ഞാനെ? സൂപ്പറാണോ? വെർത്താണോ? $600 വെർത്താണെന്നാണ് ജോലി പറയുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഈ പ്രൈവറ്റ് പൂളാണ്. നമുക്ക് ഒരിടത്തും പോകാതെ ഒരു പൂളിൽ ഇറങ്ങാം. അതും ഹീറ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് പൂളിൽ നമുക്ക് പോകാനായിട്ട് നമ്മളെടുത്ത റിസോർട്ടിൻ്റെ അകത്ത് തന്നെ ആ ഒരു പൂൾ അവൈലബിൾ ആണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഏത് വീടെടുത്താലും നമുക്ക് ഹോട്ടലിലൊക്കെ പോയാലും അവൈലബിൾ ആണ്. പക്ഷേ അത് പ്രൈവറ്റ് ആയിട്ടുള്ള പൂളായിരിക്കില്ല. ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള പൂൾ നമ്മുടെ തൊട്ട് പുറകിൽ നമ്മളെടുത്ത ഈ ഒരു റിസോർട്ടിൽ അവൈലബിൾ ആണെന്ന് പറയുമ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവരിവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കും. നമ്മളിവിടെ കുക്കിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. കണ്ട് നമ്മൾ മുട്ട ഉണ്ടാക്കാനായിട്ട് ഇതൊരു ഗ്യാസിലാണ്. നമ്മൾ എയർബിഎൻബിയിലാണ് ബുക്ക് ചെയ്തത്. നല്ല ചെറിയൊരു വീട്, ആൾക്കാർക്ക് 10-12 പേർക്ക് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതുവരെ. പിന്നെ റിസോർട്ടിൽ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം അതൊക്കെ എങ്ങനെയാണെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിലെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി നല്ല കടലമുട്ടായി, ഏത് ബ്രാൻഡാ, നട്ട്ചി, അതുപോലെ ഉപ്പേരി. 5 ഡേ വെക്കേഷൻ കഴിഞ്ഞ് ക്രൂസ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു വെക്കേഷൻ എടുത്തിട്ട് വേണം തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട്. അത് ഏകദേശം 15-20 മണിക്കൂർ ഡ്രൈവ് ടൈം ഉണ്ട്. ഇവിടെ ഒന്ന് ചില്ല് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. കണ്ടോ ഗൈസ്, ഇത് മുഴുവൻ റിസോർട്ടുകളാണ്. ഇവിടെ എല്ലാം വെക്കേഷന് ആൾക്കാർ വരുന്ന സ്ഥലങ്ങളാണ് ഇത് മുഴുവൻ. കണ്ടോ എന്തോരം വീടുകളാ കണ്ടോ. അതുപോലെ ഇനിയും ഉണ്ടോ, അപ്പറയും ഇപ്പറയും എല്ലാം ഇതുപോലെ വീടുകളാണ്. ഇവിടെ ഗ്രില്ല് അവൈലബിൾ ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് റെൻറ്റ് ചെയ്യാം. ഇതിന് $50 എന്തോ ആണ് അത് റെൻറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ പിള്ളേരുടെ ഇത് നമ്മൾ കൊണ്ടുവന്നതാണ്. പിള്ളേരുടെ 2 വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന സംഭവം. ലഞ്ചിന്റെ സ്പെഷ്യൽ എന്നാ? ചിക്കൻ, പൊട്ടാറ്റോ, ബ്രോക്കലി. സിമ്പിൾ അല്ലേ? പൊട്ടാറ്റോ, ബേസിക് സീസണിങ്ങും സംഭവങ്ങളുമാണ്. ആർക്കും വേണ്ട വേണ്ടേ? ഇല്ല ഇത് അപ്പയ്ക്ക് മാത്രമേ ഉള്ളൂ. അടിപൊളിയാ. ഇതാണ് $35 ഉള്ളൂ 10 പേർക്ക്. ഈ റിസോർട്ടിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു സെറ്റപ്പാണല്ലോ. അടിപൊളി. ഈ ഒരു സ്ലൈഡ് ഉണ്ട് ആ ഭാഗത്തായിട്ട് ഉണ്ട് അവിടെ. പിന്നെ അവിടെ ഒരു ഹീറ്റഡ് പൂളുണ്ട്. പിന്നെ അതിനും പുറയിലും അപ്പുറത്തും ഒരു പൂളുണ്ട്. വലിയ കുഴപ്പമില്ല, ചെറിയൊരു സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ അന്ന് പോയി കിടന്നുറങ്ങി. നമ്മൾ അടുത്ത ദിവസം രാവിലെ നേരത്തെ ചെക്കൗട്ട് ചെയ്തു ഈ റിസോർട്ടിൽ നിന്ന്. ഇനിയിപ്പോൾ നമുക്കൊരു ലോങ് റോഡ് ട്രിപ്പാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏകദേശം 15-20 മണിക്കൂർ വരെയാണ് ഈ ഒരു റോഡ് ട്രിപ്പിൻ്റെ സമയം വരുന്നത്. ഒരു എസ്റ്റിമേറ്റഡ് സമയം മാത്രമാണ്. റോഡ് ട്രിപ്പിൻ്റെ ഏറ്റവും എനിക്ക് റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ റോഡുകൾ നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് അമേരിക്കയുടെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വെതർ ചേഞ്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫ്ലോറിഡ എന്ന് പറഞ്ഞ സൺഷൈൻ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ മഞ്ഞുള്ള നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര രസകരമായിരുന്നു. ഈ ഒരു സമയം ഫെബ്രുവരി സമയം ആയതുകൊണ്ട് തന്നെ ഒരു വളരെ നല്ല സ്നോ ഉള്ള സമയമായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ നമുക്കൊരു ചെറിയൊരു പണി കിട്ടി. കാരണം സ്നോയൊക്കെ മാറ്റേണ്ടതായിട്ട് വന്നു. അത്രയും കൂടുതൽ സ്നോ അന്ന് ആ ഒരു വീക്കിൽ അവിടെ പെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞ അടുത്ത ദിവസം നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് തിരിച്ചു പോകണം. സ്നോ ഒക്കെ ക്ലീൻ ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.